ഹായ് ഗൈസ്, പ്ലസ് വൺ ഫിസിക്സിലെ ലാസ്റ്റ് ഇയർ പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ക്വസ്റ്റൻ വായിച്ചു നോക്കും. എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രേറ്റ് ഹൈവേ വിത്ത് സ്പീഡ് ഓഫ് 126 കിലോമീറ്റർ പെർ ഹവർ ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ. വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദ കാർ? ഒരു കാർ ഉണ്ട്, ആ കാർ മൂവ് ചെയ്യുന്ന സ്പീഡ്, അതിന് ഇനീഷ്യൽ വെലോസിറ്റി 126 കിലോമീറ്റർ പെർ ഹവർ ആണ്. എന്നിട്ട് അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് കണ്ട 200 മീറ്റർ ഡിസ്റ്റൻസിൽ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. നമ്മളോട് ചോദിച്ചത് റിട്ടാർഡേഷൻ എത്രയെന്നാണ്. റെഡി ആണല്ലോ? അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ആൻസർ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ആദ്യം തന്നതൊക്കെ എടുത്ത് ചെയ്താൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്? 126 കിലോമീറ്റർ പെർ ഹവർ ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിന്റെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എപ്പോഴും ഓർത്തു വെക്കണം, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 126 18 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. 7 × 5 35 ആണ് കിട്ടുക. 35 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 35 മീറ്റർ പെർ സെക്കൻഡ്. കാൽക്കുലേറ്റർ അടിച്ചാലും മതി. ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ 0 എന്ന് കിട്ടിയത്? 200 മീറ്റർ കവർ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ആകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫൈനലി അത് സ്റ്റോപ്പ് ആകുന്നുണ്ട്. സ്റ്റോപ്പ് ആകുന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി എത്ര? 0. പിന്നെ എത്ര ഡിസ്റ്റൻസ് ആ കവർ ചെയ്തത്? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് 200 മീറ്റർ എന്നെടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അപ്പൊ ആക്സലറേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ യുവും വിയും എസും എയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇക്വേഷൻ ഏതാ? നിങ്ങൾക്കറിയാം, ഒരു കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. v² = u² + 2as. v എന്താ? 0. 0² = u എത്രയാ? 35. 35² + 2 × ആക്സലറേഷൻ നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ എഴുതി. s എത്രയാ? 200. 0² എന്ന് പറഞ്ഞാൽ 0. 35ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1225 ആണ്. പ്ലസ് 2 × 200 എത്ര? 400. 400a. ഇതിന് a കണ്ടെത്തിയാൽ മതി. ഈ 1225 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -1225 ആവും. ഈക്വൽ ടു ഇവിടെ എത്രയാ? 400a. സോ ഇവിടുന്ന് a കിട്ടും. a ഈക്വൽ ടു എന്താ വരിക? ഈ 400 താഴോട്ട് വരും. അപ്പോൾ എത്ര വരിക? -1225 / 400. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ്. ആക്സലറേഷൻ കാണുമ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ അതിന്റെ മീനിങ് റിട്ടാർഡേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്താൽ മതി. ഇനി റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചത് കൊണ്ട് മൈനസ് എഴുതണമെന്നില്ല. 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.